തേന്മാവിൻ കൊമ്പത്ത് കൊതിച്ചതും വിധിച്ചതും ജൂൺ 29 മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക്. മിനി, താൻ ഏത് ഇഞ്ചക്ഷനാ കൊടുക്കുന്നേ? ഈ കുട്ടി ഡ്രെയിനേജിൽ വീണതാ. അതുകൊണ്ട് ലങ്സിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് പരിശോധിക്കണം. അതിന് ബോധം തെളിയാതെ പറ്റില്ലല്ലോ. ആന്റി ഒപ്പയോഡ് ഇഞ്ചക്ഷനാണ് കൊടുക്കുന്നത്. ഡോസേജ് എത്രയാ? 5 ml. വേണ്ട, 2 ml കൊടുത്താ മതി. അതെന്താ? ഷീസ് പ്രഗ്നന്റ്. സിസ്റ്റർ, 2 ml കൊണ്ടുവരൂ. ഈ കുട്ടിയുടെ കഴുത്തിൽ താലിയോ നെറുകയിൽ സിന്ദൂരോ ഒന്നും ഇല്ലല്ലോ. കണ്ടിട്ട് കല്യാണം കഴിഞ്ഞതുപോലില്ല. പേര് കേട്ടപ്പോ ഹിന്ദു ആണെന്ന് കരുതി. ഹിന്ദു തന്നെയാ. ഈ കുട്ടി കല്യാണത്തിന് മുൻപ് ഗർഭിണിയായതാ. ധാവണയൊക്കെ കൊടുത്ത് കണ്ടപ്പോ ഒരു പാവം നാട്ടുമ്പുറത്ത് കാര്യന്നാ ഞാൻ കരുതിയത്. ഡോക്ടർ കരുതിയത് ശരിയാണ്. ഈ കുട്ടി ഒരു പാവം നാട്ടുംപുറത്തുകാരി തന്നെയാ. ആരോ ഈ കുട്ടിയെ ചതിച്ചതാണ്. ഇവൾ എങ്ങനെയാ പ്രഗ്നന്റ് ആയതെന്ന് പോലും ഇവൾക്കറിയില്ല. ടെസ്റ്റിൽ പ്രഗ്നന്റ് ആണെന്ന് കാണിച്ചപ്പോ എന്നോട് വഴക്കിട്ട് പോയതാ. ഈശ്വരാ, ഈ കാലത്തും ഇങ്ങനെയൊക്കെയുള്ള പെൺകുട്ടികളുണ്ടോ? ഉണ്ടെന്നതിന്റെ തെളിവല്ലേ ഇവള്. ആരാ ഡോക്ടർ ഇതിന് ഉത്തരവാദി? ഈ കുട്ടി ഇവിടെ അഡ്മിറ്റ് ചെയ്ത ആളാണോ? അറിയില്ല. പക്ഷേ ഇവൾക്കൊരു കാമുകനുണ്ട്. അയാളാവാൻ സാധ്യതയുണ്ട്. ആരെ വിശ്വസിക്കണമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനി എന്ത് ചെയ്യണം ഡോക്ടർ? ഈ കുട്ടി ഡ്രെയിനേജ് വീണതാണോ അതോ ആത്മഹത്യക്ക് ശ്രമിച്ചതാണോ എന്ന് ഇപ്പൊ എനിക്ക് സംശയമുണ്ട്. പോലീസിനെ അറിയിക്കണോ? ആദ്യം കുട്ടിക്ക് ബോധം തെളിയട്ടെ. കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം അതിനെക്കുറിച്ച് ആലോചിക്കാം. എന്തായാലും ട്രീറ്റ്മെന്റ് നടക്കട്ടെ. ഓക്കെ ഡോക്ടർ. ഈ കുട്ടിക്ക് ബോധം തെളിഞ്ഞാലുടൻ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചൊന്ന് ടെസ്റ്റ് ചെയ്യണം. യെസ് ഡോക്ടർ. ഇവര് കുറച്ചു നേരമായി എന്നെ സംശയത്തോടെ നോക്കുന്നുണ്ടല്ലോ. എന്താ കാര്യം? ആ റീത, നീ 3rd ഫ്ലോറിൽ പോയി ഐശ്വര്യയുടെ റിപ്പോർട്ട് എടുത്തോണ്ട് വാ. ഓക്കെ ഡോക്ടർ. ഡോക്ടർ, പാർവതിക്ക് എങ്ങനെയുണ്ട് ഡോക്ടർ? നിങ്ങൾ? ഞാൻ കൈലാഷ്. അതല്ല ഞാൻ ചോദിച്ചത്. നിങ്ങൾ പേഷ്യന്റിന്റെ ആരാ? പെട്ടെന്ന് വന്ന് കാര്യങ്ങൾ ചോദിച്ചാ ഞങ്ങൾ എങ്ങനെ പറയും? ഡോക്ടർ, ഞാൻ പാർവതി ജോലി ചെയ്യുന്ന കമ്പനിയുടെ MD ആണ്. സോറി, എനിക്ക് നിങ്ങളോട് പാർവതിയുടെ സമ്മതമില്ലാതെ അവളുടെ മെഡിക്കൽ ഡീറ്റെയിൽസ് പങ്കുവയ്ക്കാൻ പറ്റില്ല. നിങ്ങള് അവളുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും വിളിച്ചോണ്ട് വരൂ, ഞാൻ അവരോട് സംസാരിക്കാം. അവളുടെ വീട്ടുകാരെല്ലാം ഒരുപാട് ദൂരെയാ, നാട്ടിലാണ്. ഡോക്ടർ ധൈര്യമായിട്ട് എന്നോട് പറഞ്ഞോളൂ. പാർവതി ഞാനും തമ്മിൽ വെറും ഒരു ഒഫീഷ്യൽ ബന്ധമല്ല. പാർവതി എന്റെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയാ. പാർവതിക്ക് എങ്ങനെയുണ്ടെന്ന് അറിയാതെ ഞാൻ ആകെ ടെൻഷനില്ല. പ്ലീസ് ഡോക്ടർ. പാർവതിക്ക് ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്. കുറച്ചു നേരത്തിനുള്ളിൽ അവൾക്ക് ബോധം തെളിയും. ബാക്കി കാര്യങ്ങൾ പാർവതിയോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കിക്കൊള്ളൂ. ഡോക്ടർ എന്നിൽ നിന്നും എന്തോ മറയ്ക്കുന്നുണ്ട്. പാർവതിയെ കാണാൻ പോകുന്ന വഴിക്ക് എന്നെ ചൂണ്ടിക്കാണിച്ച് ഡോക്ടറുടെ കൂടെ ഉണ്ടായിരുന്ന നഴ്സ് എന്തൊക്കെയോ പറയുന്നത് ഞാൻ കണ്ടു. ഐസിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴും നിങ്ങൾ എന്നെ നോക്കിക്കൊണ്ടാ പോയത്. നിങ്ങൾ എന്തുകൊണ്ട് എങ്ങനെയൊക്കെ പെരുമാറുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പാർവതി എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാ. പാർവതിക്ക് എന്തെങ്കിലും സംഭവിച്ചാ എനിക്കത് താങ്ങാൻ കഴിയില്ല ഡോക്ടർ. എന്താണ് കാര്യമെന്ന് ഒന്ന് പറയൂ ഡോക്ടർ, പ്ലീസ്. ഇയാള് സംസാരിക്കുന്നത് കേൾക്കുമ്പോ പാർവതി ഇയാളും തമ്മില് അടുത്ത ബന്ധമുണ്ടെന്ന് തോന്നുന്നു. ഇനി ഇയാളാണോ പാർവതിയുടെ കുഞ്ഞിന്റെ അച്ഛൻ? ഡോക്ടർ, എന്താ ആലോചിക്കുന്നത്? എന്താണെല്ലാം തുറന്നു പറഞ്ഞോളൂ. പാർവതിക്ക് എന്താ സംഭവിച്ചത്? ഞാൻ പറയാം.
എങ്കിൽ ശരി. എന്ത് സ്പീഡിലാണോ വരുന്നേ? എന്തിനാ എത്ര തിരക്ക് കൂട്ടുന്നേ? പാറു ഇങ്ങോട്ട് വന്നോ? ഇല്ല. എന്തു പറ്റിയടാ? പാറു അമ്മയെ ഫോണിൽ വിളിക്കാൻ പറ്റും ചെയ്തോ? ഇല്ല. എടാ, മനുഷ്യരെ പേടിപ്പിക്കാതെ കാര്യം എന്താണെന്ന് വെച്ചാ പറ. നീ പാറിനെ ഹോസ്റ്റലിൽ നിന്ന് കൂട്ടിക്കൊണ്ട് കമ്പനിയിലേക്ക് പോകുന്നു പറഞ്ഞിട്ടല്ലേ ഇവിടുന്ന് ഇറങ്ങിയത്. എന്നിട്ടിപ്പോ ഞങ്ങളോടാണോ അവളെ വിടാന്ന് ചോദിക്കുന്നേ? എടാ, നീ എന്തിനെങ്ങനെ ടെൻഷൻ ആവുന്നേ? ഇവിടെ എന്താ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. രാവിലെ ഹോസ്റ്റലിലേക്ക് ചെന്നപ്പോ അവിടുത്തെ സെക്യൂരിറ്റി പാറു കമ്പനിയിലേക്ക് പോയെന്ന് പറഞ്ഞു. കമ്പനിയിൽ അന്വേഷിച്ചപ്പോഴാ പാറു അവിടെ എത്തിയിട്ടേ ഇല്ലാന്ന് മനസ്സിലാവുന്നത്. നിനക്ക് അവളെ വിളിച്ച് എവിടെയാണെന്ന് ചോദിക്കാറുന്നില്ലേ? അത് ആലോചിക്കാനുള്ള ബോധം പോലും എനിക്കില്ലെന്നാണോ നിന്റെ വിചാരം? ഞാൻ വിളിച്ചു നോക്കി, അവള് ഫോൺ എടുക്കുന്നില്ല. ഇത്രയും നേരം ഞാൻ അവളെയും തെരഞ്ഞുകൊണ്ട് ഒരു ഭ്രാന്തനെ പോലെ അലയായിരുന്നു. അവള് പോവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം പോയി അന്വേഷിച്ചു. അതിനിടയില് ഞങ്ങളെ പരിചയമുള്ള ഒരു ഓട്ടോക്കാരനെ കണ്ടു. അദ്ദേഹം പാറുവിനെ ഒരു ആശുപത്രിയിൽ ഇറക്കി വിട്ടു എന്ന് പറഞ്ഞു. അവള് കണ്ട ഡോക്ടർ ചിലപ്പോ വീണ്ടും ചെന്ന് കാണാൻ പറഞ്ഞു കാണും. അതിന് അവള് പോയത് ആ ഡോക്ടറെ കാണാനല്ല, സിറ്റിക്ക് വെളിയിലുള്ള ഒരു ആശുപത്രിയിൽ അവള് പോയത്. അവൾ ഇന്നലെ അത്രയും ദൂരെയുള്ള ആശുപത്രിയിലേക്ക് പോയത്? അതാ എനിക്ക് മനസ്സിലാവാത്തത്. നീ ആ ആശുപത്രിയിൽ പോയോ? പോയി. പാറുവിനെ കുറിച്ച് അന്വേഷിച്ചപ്പോ അവൾ എന്തൊക്കെയോ ടെസ്റ്റുകൾ നടത്തിയിട്ട് പോയി എന്ന് മാത്രമേ അവര് പറഞ്ഞുള്ളൂ. അല്ലെങ്കിലും ആദ്യത്തെ ഡോക്ടർ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ടും പാറു എന്തിനാ പിന്നെയും വേറെ ടെസ്റ്റുകൾ നടത്തുന്നേ? എനിക്കറിയില്ല. നിങ്ങൾ വെറുതെ കാട് കയറി ചിന്തിക്കണ്ട. ഇടയ്ക്കിടയ്ക്ക് തലയിറങ്ങി വീഴുന്ന ഒരുത്തിയോട് ഒരു കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കോ? അവരുടെ ചികിത്സയിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് പാറു വേറെ ഡോക്ടറെ കണ്ടു കാണും. അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ തന്നെ അവൾക്കത് എന്നോട് പറഞ്ഞൂടെ? അവള് ഞാൻ വിളിച്ചിട്ട് എന്താ ഫോൺ എടുക്കാത്തെ?